സംസ്ഥാനത്തെ ഞെട്ടിച്ച് 6 മാസത്തെ തട്ടിപ്പ്. കൽപ്പറ്റ, വയനാട്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ ഏറെ ആശങ്ക ഉയർത്തിക്കൊണ്ട് വയനാട്ടിലെ അമ്പലവയലിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വ്യാജ ഡോക്ടറായി 6 മാസത്തോളം സേവനമനുഷ്ഠിച്ച കോഴിക്കോട് സ്വദേശി അറസ്റ്റിലായി. പേരാമ്പ്ര മുതുകാട് മൂലയിൽ വീട്ടിൽ ജോബിൻ ബാബു എന്നയാളാണ് അമ്പലവയൽ പോലീസിന്റെ വലയിലായത്. വ്യാജരേഖകൾ ചമച്ച് സാധാരണക്കാരെയും ആശുപത്രി അധികൃതരെയും ഒരുപോലെ വഞ്ചിച്ച ഈ സംഭവം ആരോഗ്യരംഗത്തെ സുരക്ഷയെക്കുറിച്ചും നിയമപരമായ വീഴ്ചകളെക്കുറിച്ചുമുള്ള ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. വ്യാജരേഖകളും വ്യാജ ഐഡന്റിറ്റിയും 2021-22 കാലയളവിലാണ് ജോബിൻ ബാബു ജിനു എന്ന വ്യാജ പേരിൽ അമ്പലവയലിലെ സ്വകാര്യ ആശുപത്രിയിൽ റെസിഡന്റ് മെഡിക്കൽ ഡോക്ടറായി ജോലിക്ക് പ്രവേശിക്കുന്നത്. ഈ തട്ടിപ്പിനായി ഇയാൾ ഉപയോഗിച്ചത് അതിവിദഗ്ധമായി നിർമ്മിച്ച വ്യാജരേഖകളാണ്. തന്റെ ഭാര്യയുടെ പേരിലുള്ള മെഡിസിൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ സ്വന്തം ചിത്രം പതിപ്പിച്ച് വ്യാജമായി ഒരു രേഖ തയ്യാറാക്കിയാണ് ഇയാൾ ആശുപത്രി അധികൃതരെ കബളിപ്പിച്ചത്. ഡോക്ടർ എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജിനു എന്ന പേരിൽ ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡും ഇയാൾ സമർപ്പിച്ചിരുന്നു. 6 മാസത്തോളം ഈ വ്യാജ ഐഡന്റിറ്റിയിൽ ഇയാൾ ആശുപത്രിയിൽ രോഗികളെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തിരുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഈ കാലയളവിൽ എത്ര രോഗികൾ ഇയാളുടെ ചികിത്സയ്ക്ക് വിധേയരായി എന്നതിനെക്കുറിച്ചും അതുവഴി അവർക്കുണ്ടായേക്കാവുന്ന ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കേണ്ടതുണ്ട്. 6 മാസത്തോളം യാതൊരു തടസ്സവുമില്ലാതെ ഇയാൾ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. എന്നാൽ ജോബിൻ ബാബുവിന്റെ പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലും ചില അസ്വാഭാവികതകൾ ആശുപത്രി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങി. ഒരു ഡോക്ടർക്കുണ്ടാകേണ്ട സാധാരണ രീതിയിലുള്ള അറിവോ പരിചയമോ ഇയാൾക്കില്ലെന്ന് ആശുപത്രിയിലെ മറ്റ് ജീവനക്കാർക്കും സംശയം തോന്നി തുടങ്ങി. ഈ സംശയങ്ങൾക്കൊടുവിൽ ആശുപത്രി അധികൃതർ ഇയാളോട് കൂടുതൽ ഔദ്യോഗിക രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊരു നിർണായക നീക്കമായിരുന്നു. രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതോടെ തന്റെ തട്ടിപ്പ് വെളിപ്പെടുമെന്ന് ഉറപ്പായ ജോബിൻ ബാബു തന്ത്രപരമായി മുങ്ങുകയായിരുന്നു. ഇയാൾ തന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോവുകയായിരുന്നു. ജോബിൻ ബാബു മുങ്ങിയതോടെയാണ് ആശുപത്രി അധികൃതർക്ക് തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലായത്. തുടർന്ന് അവർ അമ്പലവയൽ പോലീസിൽ പരാതി നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഒളിവിൽ പോയ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇയാളെ പേരാമ്പ്രയിൽ വെച്ച് അമ്പലവയൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അമ്പലവയൽ ഇൻസ്പെക്ടർ, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനൂപ്, സബ് ഇൻസ്പെക്ടർ എൽദോ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുജീബ്, സിവിൽ പോലീസ് ഓഫീസർ അഖിൽ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് ഈ കേസിലെ നിർണായകമായ അറസ്റ്റിന് പിന്നിൽ പ്രവർത്തിച്ചത്. അറസ്റ്റിന് ശേഷം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുകയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു വരികയാണ്. ഇയാൾക്ക് സമാനമായ മറ്റ് തട്ടിപ്പുകളിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മുൻപരിചയവും തട്ടിപ്പിലേക്കുള്ള വഴി പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ജോബിൻ ബാബുവിന്റെ മുൻകാല വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ ഇയാൾ വിവിധ സ്ഥലങ്ങളിൽ നഴ്സായി ജോലി ചെയ്തിരുന്നു. നഴ്സിംഗ് രംഗത്തെ പരിചയം ഇയാൾക്ക് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ നൽകിയിരിക്കാം. കോവിഡ് മഹാമാരിയുടെ സമയത്ത് ആരോഗ്യ പ്രവർത്തകരുടെ വലിയ ആവശ്യം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഈ ആശുപത്രിയിൽ ജോലിക്ക് പ്രവേശിച്ചത്. ഈ സാഹചര്യം ഒരുപക്ഷെ ഇയാൾക്ക് തട്ടിപ്പ് നടത്താൻ എളുപ്പവഴി ഒരുക്കി നൽകിയിട്ടുണ്ടാകാം. ഈ സംഭവം ആരോഗ്യ മേഖലയിലെ നിയമപരമായ സുരക്ഷാ സംവിധാനങ്ങളുടെ പോരായ്മകൾ എടുത്തുകാട്ടുന്നുണ്ട്. ഒരാശുപത്രിയിൽ ഡോക്ടറായി പ്രവേശിക്കുമ്പോൾ രേഖകൾ എത്രമാത്രം സൂക്ഷ്മമായി പരിശോധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഉദ്യോഗാർത്ഥികളെ കുറിച്ചുള്ള പശ്ചാത്തല അന്വേഷണം എത്രത്തോളം കാര്യക്ഷമമാണ് എന്നതിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഈ അറസ്റ്റ് ഉയർത്തുന്നുണ്ട്. വ്യാജ ഡോക്ടർമാർ രംഗപ്രവേശം ചെയ്യുന്നത് രോഗികളുടെ ജീവനും ആരോഗ്യത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആശുപത്രികൾ ജീവനക്കാരെ നിയമിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതും സർക്കാർ തലത്തിൽ നിയമപരമായ വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കേണ്ടതും അത്യാവശ്യമാണ്. ഈ സംഭവം പൊതുസമൂഹത്തിൽ ആരോഗ്യരംഗത്തോടുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ സമഗ്രമായ അന്വേഷണത്തിലൂടെ ഇത്തരം തട്ടിപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ്. കൂടാതെ ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും അനിവാര്യമാണ്.